ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. ഈ മനുഷ്യജന്മം സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമാണ്. ഇതിനെ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. ആ പരമ സത്യത്തെ അറിഞ്ഞ് പരിപൂർണരായും പരമാനന്ദികളായും സുരക്ഷാബോധമുള്ളവരായും നിർവൃതിയോടുകൂടി ഈ ദേഹം ഉപേക്ഷിക്കാം. അല്ലെങ്കിൽ ഈ ലോക വിഷയങ്ങളിൽ മാത്രം മുഴുകി നിരാശരും ദുഃഖിതരുമായി ദേഹത്തെ ഭയത്തോടുകൂടി ഉപേക്ഷിക്കാം. ഇതിലേത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് നാം തന്നെയാണ്. അതിനുള്ള ശക്തിയും നമുക്ക് തന്നിരിക്കുന്നു. അതിനാൽ ഈ മർത്യദേഹത്തിൽ വന്ന് നാം ഇതിനെ സാർത്ഥകമാക്കി തീർക്കുക എന്നതാണ് നമ്മുടെ വിവേകത്തിൻ്റെ ലക്ഷണം. അതുകൊണ്ട് ബുദ്ധിയുണ്ടായി നല്ല ബുദ്ധിശക്തിയും ലോകകാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ഗ്രഹണശേഷിയും ഉണ്ടായാൽ മാത്രം പോരാ. എല്ലാം വേർതിരിച്ചറിഞ്ഞ് വേണ്ടതും വേണ്ടാത്തതും വേർതിരിച്ച് വേണ്ടതിനെ ഉൾക്കൊണ്ട് വേണ്ടാത്തതിനെ നിർദാക്ഷിണ്യം തള്ളിക്കളയാനുള്ള ഒരു ധൈര്യവും നമുക്കുണ്ടാവണം. അതിനാൽ പറയുന്നു, ഇതേ മനുഷ്യജന്മം കൊണ്ട് ആത്മോദ്ധാരണമെന്നതാം എത്ര തന്നെ പണിപ്പെട്ടും സാധിക്കേണ്ടതുമന്നിതിൽ. ഈ ലോകത്തിൽ നമ്മൾ നേടേണ്ടത് എന്ത് ശ്രമം ചെയ്തും നമ്മുടെ ആത്മഭാവത്തിലേക്ക് മനസ്സിനെ ഉയർത്തുക എന്നതാണ്. മനസ്സ് ഇന്ദ്രിയദ്വാര ലോകവിഷയങ്ങളിൽ തങ്ങി അതിൽ നിന്ന് വിട്ടുപോരാൻ പറ്റാത്ത വിധത്തിൽ അതിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നു. ഈ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ബുദ്ധിയുടെയും ഉടമയായിരിക്കുന്ന ജീവൻ ഇവരുടെ തെറ്റായ ജീവിതചര്യകളെ കൊണ്ട് ദുഃഖം അനുഭവിക്കേണ്ടതായി വരുന്നു. അതിനാൽ ഇവർക്കടിമപ്പെടാതെ ജീവൻ തൻ്റെ ഉൽപ്പത്തി സ്ഥാനമായ തൻ്റെ യജമാനനേക്ക് തിരിഞ്ഞ് താൻ യജമാനനാണെന്ന ബോധം ഈ ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും മനസ്സിലാക്കി കൊടുക്കണം. അതിൽ ശരീരമെന്ന ജഡമാണ്, മനസ്സെന്നത് സങ്കല്പ സമാഹാരങ്ങളാണ്. ബുദ്ധിയാണ് ഇതിനെയെല്ലാം നിയന്ത്രിക്കേണ്ടത്. നമുക്ക് തന്നിരിക്കുന്ന ബുദ്ധി ഈ മനസ്സിനെയും ശരീരത്തെയും വേണ്ടതുപോലെ നിയന്ത്രണ വിധേയമാക്കിക്കൊണ്ട് ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ആത്മോദ്ധാരണം അല്ലെങ്കിൽ ആത്മാവിലേക്ക് ഉദ്ധരിക്കുന്ന പ്രക്രിയ നാം ചെയ്യേണ്ടതാണ്. അത് ചെയ്യാനുള്ള അവസരമാണ് ജീവിതം എന്ന് പറയുന്നത്. ആ ജീവിതത്തെ വേണ്ടതുപോലെ വിനിയോഗിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ധർമ്മമാണ്. ഓരോ ജീവനും ഇതറിയാൻ വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. ഭൂമി ജീവൻ്റെ നിലനിൽപ്പിന് ആധാരമായ വസ്തുക്കളെ എല്ലാം ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നു. വായുവും ജലവും മണ്ണും മലയും മരങ്ങളും സർവവും ഇവിടെ ഒരു ജീവൻ്റെ നിലനിൽപ്പിന് ആധാരമായതെല്ലാം തന്നിരിക്കുന്നു സർവേശ്വരൻ. ഈശ്വരൻ ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് എപ്രകാരം ഇവിടെ നിലനിൽക്കാം, എപ്രകാരം ഓരോ ജീവനും തൻ്റെ പൂർണ്ണമായ അവസ്ഥയെ അറിയാൻ സാധിക്കും, അതിനുള്ള ഉപാധികളൊക്കെ ഒരുക്കി തന്ന് ഈ ലീലാവിലാസത്തിലേക്ക് നമ്മോടൊപ്പം കളിയാടിക്കൊണ്ടിരിക്കുന്നു. ഈ അവസ്ഥ മനസ്സിലാക്കി നാം ദുഃഖിതരും നിരാശരും ആകാതെ പരമാനന്ദികളായി കഴിയുവാനാണ് ആ സർവേശ്വരൻ്റെ ഇച്ഛ. ആ സർവേശ്വരൻ തന്നെയാണ് ജീവഭാവത്തിൽ ഇവിടെ വർത്തിക്കുന്നതും എന്ന് നമുക്ക് മനസ്സിലാകും. അത് ഇനി വേറെയായി കണ്ടതാണ് എല്ലാ ദുഃഖത്തിനും കാരണമായിരിക്കുന്നത്. അതിനാൽ ഏകമായി നാം ബോധിക്കുമ്പോൾ പരമമായ നിർവൃതിയും നിർഭയതയും സന്തോഷവും സംതൃപ്തിയും നമ്മുടെ കൂടപ്പിറപ്പായിരിക്കും. ഇതേ മനുഷ്യജന്മം കൊണ്ടാത്മോദ്ധാരണമെന്നതും എത്ര തന്നെ പണിപ്പെട്ടും എന്ത് ബുദ്ധിമുട്ട് സഹിച്ചും നമ്മൾ ഇതാണ് നേടേണ്ടത്. എത്ര തന്നെ പണിപ്പെട്ടും സാധിക്കേണ്ടതുമന്നിതിൽ.